3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റത് ജീസസ് മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? അതുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ, യോഹന്നാൻ്റെ ബുക്കിൽ 13-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാവുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ ഓരോ വിഗ്രഹങ്ങളോടൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിശാചിനൊരിക്കലും സത്യദൈവത്തെ അറിയാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ പറയും ബൈബിളൊന്നും വായിക്കണ്ട, നിങ്ങൾ സെൻറ്റ് ആൻ്റണിയുടെ അടുത്ത് നോക്കുമോ, ആൻ്റണി ഭയങ്കര അത്ഭുതം ചെയ്യും. ശരിക്കും ആൻ്റണി ഒരു വിഗ്രഹം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ ആൻ്റണിയിൽ കൂടി അത്ഭുതം ചെയ്യുന്ന ആരാ? ഈ സാത്താനാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ അത്ഭുതം ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥ ദൈവത്തെ നമ്മൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് ഈ സാത്താൻ തന്നെ അവിടെ അത്ഭുതങ്ങൾ ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി തരും. പക്ഷേ സാത്താൻ ചെയ്യുന്നത് ടെമ്പററിയാണ്, പക്ഷേ ദൈവത്തിൻ്റെ പെർമനൻ്റ് ആണ്. അപ്പോൾ ഈ മരിച്ചുപോയ സെൻറ്റ് ആൻ്റണിയും നമ്മുടെ വേളാങ്കണ്ണി മാതാവ്, ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. നമ്മൾ യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. യേശുവാണ് ഈ ഭൂമിയിൽ വന്നത്. പിന്നെ പരിശുദ്ധ കന്യകാമറിയം, യേശു ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഒരു കന്യകാസ്ത്രീയാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. പക്ഷേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ ജനിക്കുന്നതിന് വേണ്ടിയാണ് മാതാവിനെ ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ജനിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ തൊട്ടിരുന്നില്ല. അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നാണ്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, ഇവരുടെ മാതാവും സഹോദരന്മാരും യേശുവിനെ കാണാൻ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ യേശു സ്വന്തം നാട്ടിൽ വരുമ്പോൾ മറ്റുള്ളവർ പറയുന്നുണ്ട്, ഇവൻ നമ്മുടെ ആ തച്ചൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാരല്ലേ നമ്മുടെ കൂട്ടത്തിലുള്ളത് എന്ന്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നമ്മുടെ ജോസഫ് മാതാവിനെ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ മാതാവ് ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ രഹസ്യമായി ഉപേക്ഷിക്കാൻ പോയ ജോസഫിനോട് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇത് ദൈവപുത്രനാണ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജോസഫ് ഉപേക്ഷിച്ചില്ല, എല്ലാ കാര്യത്തോടും മാതാവിനെ നോക്കി. അങ്ങനെ കുഞ്ഞുണ്ടായി, യേശു പിറന്നതിന് ശേഷവും പിന്നെ ജോസഫിൻ്റെ ഭാര്യയല്ലേ മാതാവ്, ഒരുമിച്ച് ജീവിക്കുമ്പോഴല്ലേ അവിടെ സന്തോഷം. അപ്പോൾ ഒരുമിച്ച് നമ്മളെപ്പോലെ മാതാവും ജീവിച്ചിരുന്നു. അതുപോലെ തന്നെ ഉടലോടെ മാതാവ് സ്വർഗത്തിലോട്ട് പോയി എന്ന് ബൈബിളിലില്ല. അതുപോലെ തന്നെ കൊന്തയുടെ കാര്യത്തിലായാലും കൊന്ത നമ്മളെ സഭ പഠിപ്പിച്ചതാണ്. കൊന്ത നമ്മൾ മാതാവിനോട് വേണ്ടിയാണ്. ഞാനും മാതാവിൻ്റെ ഭക്തിയായിരുന്നു. മാതാവിന് വേണ്ടി നമ്മളിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക. കൊന്ത ചെല്ലുമ്പോൾ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷനോടുകൂടെ തന്നെ ചെല്ലണം. അല്ലാതെ നമ്മൾ സപ്പോസ് ഞാൻ ചെല്ലിയത് ഇങ്ങനെയായിരുന്നു, നന്മ പറഞ്ഞാലമ്മേ എനിക്ക് സ്വസ്തികർത്താവ് അങ്ങടെ സ്ത്രീകളെ അങ്ങനെ ഇരിക്കപ്പെട്ടില്ല ഞങ്ങളുടെ അടുത്ത് പോലും ഈശ്വരൻ ആ ടി വി ഓഫ് ചെയ്താടാ പരിശുദ്ധാരമ്പര എൻ്റെ അമ്മയെ വാളാ എനിക്ക് എൻ്റെ എപ്പോഴെങ്കിലും സംരക്ഷണം അതാ ആരാ വന്ന് നോക്കി ഓടുന്നത്. നന്മ പറഞ്ഞാൽ എനിക്ക് സ്വസ്തികർത്താവ് അങ്ങടെ സ്ത്രീകളെ അങ്ങനെ ഇരിക്കപ്പെട്ടില്ല ഞങ്ങളുടെ പിതാവിൻ്റെയും പുത്രൻ്റെ അങ്ങനെ ചൊല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുവാണെങ്കിൽ യേശു പഠിപ്പിച്ചെന്നൊരു പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ, അന്നു വിടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇത് നമ്മുടെ യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ സ്തുതിക്കുക. നമ്മളെപ്പോഴും യേശുവിനെ സ്തുതിക്കും തോറും പിശാചിന് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മാമോദിസയെ പറ്റി പറയുന്നു, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു 30 ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് മാമോദിസ നമ്മളെ മുക്കും. പക്ഷേ ആ മാമോദിസ മുക്കുന്നതിലൂടെ നമ്മൾ സഭയിലോട് ചേരുകയാണ്, നമ്മൾ ക്രിസ്ത്യാനിയാവുകയാണ് എന്നാണ്. നമ്മുടെ സ്വന്തം അധരങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റുപറയുന്നുണ്ടോ ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതെന്ന്? തലതൊട്ടപ്പനാണോ പറയേണ്ടത്? എക്സാമ്പിൾ, ഇപ്പോൾ തോമസ് ലിസി എന്ന സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോകാൻ നിൽക്കുക. അച്ഛൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എടാ തോമസേ, നിനക്ക് ഈ നിൽക്കുന്ന ലിസീനെ ഇഷ്ടമാണോ? അപ്പോൾ തോമസ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകുന്ന തലവട്ടപ്പൻ ഇഷ്ടമാച്ചാ അവനിഷ്ടമാണ്, അവന് ലിസീനെ ഇഷ്ടമാണ്, അച്ഛൻ മിന്നെടുത്ത് കൊടുക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇഷ്ടമാണ് എന്ന് ഈ തോമസ് തന്നെ പറയണം അല്ലേ? അതുപോലെയാണ് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം അധരങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റുപറയണം, ദൈവം കർത്താവായ യേശു നമ്മുടെ കർത്താവാണ്, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു. അപ്പം നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വീണ്ടും ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല. ഇപ്പം ഞാൻ ആരാധിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലായി, യേശു മാത്രമേ ഉള്ളൂ
നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഒരാൾ മാത്രമേ ഉള്ളൂ, യേശു മാത്രം. അപ്പം യേശുവിനെ മാത്രം ഞാൻ വിശ്വസിച്ച് നമ്മൾ ആ സ്നാനസ്ഥാനം ഒന്ന് മുങ്ങുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു ഡ്രസ്സ് നമ്മൾ ധരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പിശാചിനും നമ്മളെ എടുത്തിട്ട് വരുവാനോ ഒന്നും സാധിക്കത്തില്ല. വയലാർ സാറൊക്കെ രചിച്ച പാട്ടുകളൊക്കെ എത്ര അർത്ഥമുള്ള പാട്ടുകളാണ്. ദേവരാജ് സാർ ഈണം പകർന്ന പാട്ട് വിഗ്രഹത്തിനെ പറ്റി. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ. ആ പാട്ട് തന്നെ ഓർക്കൂ. കാരണം ഈ പ്രതിമകൾക്ക് ഒന്നുമില്ല. നമ്മൾ ചുമ്മാ അതിന് പോയിട്ട് മാല ഇട്ടിട്ടോ അതുകൊണ്ട് പൂജ ചെയ്തിട്ടോ ഒരു കാര്യമില്ല. ദൈവം പറയുന്നത്, എനിക്ക് നിങ്ങളുടെ പൂവോ പൂജയോ എനിക്കൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ അതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്താ ആവശ്യം? നിങ്ങളൊന്ന് സമാധാനമായിട്ടൊന്ന് ജീവിക്കാവോ? അടുത്തത് വയലാർ സാർ രചിച്ച മറ്റൊരു പാട്ടാണ്, ദേവരാജ് സാർ ഈണം പകർന്ന പാട്ടാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഇത് മനസ്സിലായില്ലേ? മനുഷ്യന്മാരിറന്നിട്ട് ഓരോ മതങ്ങളുണ്ടാക്കി. ഈ മതങ്ങളെല്ലാം കൂടി മതങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവരും കൂടെ കൂടി മണ്ണൊക്കെ അങ്ങ് പങ്കുവച്ചു. നമുക്ക് തനിയെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. കണ്ടോ? ദൈവനൊക്കെ നമ്മളെങ്ങനെ നമ്മൾ ദൈവമായിട്ട് നമ്മൾ കണ്ടോ? നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, സകലത് സൃഷ്ടിച്ച ദൈവം. നമ്മൾ ആ ദൈവത്തിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ വിഗ്രഹങ്ങളെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല, വെറുതെ നമ്മുടെ പാഴ്ചെലവാണ്. നമ്മൾ ഈ ചെയ്യുന്ന പൂജകളൊക്കെ എന്തോരം കാശുകൾ നമ്മൾ മുടക്കുന്നത്. നമ്മൾ തിരികൾ കത്തിച്ച് വെക്കുക, തിരി കിടന്ന് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുക. പക്ഷേ തിരി അല്ലെന്നേ ഉരുകേണ്ടത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞ് ഏറ്റുപറയുന്ന അതാണ് ദൈവത്തിന് വേണ്ടത്, സ്വീകാര്യമായത്. ദൈവത്തിന് വേണ്ടത് നമ്മുടെ മനസ്സൊന്ന് അലിഞ്ഞ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണം നിങ്ങൾ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിനക്ക് മറ്റുള്ളവയെല്ലാം ലഭിക്കും. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്താലും നമുക്കതിൻ്റെ ഇരട്ടി നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മുടെ വീട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമോ, നമ്മുടെ ജോലി കളഞ്ഞിട്ടൊരു കാര്യത്തിന് പോയാലും നമുക്കതിൻ്റെ ഇരട്ടി ബലം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ആർക്കും വലിയ ദ്രോഹമില്ലാതെ നമ്മൾ മറ്റുള്ളവരോട് കുറ്റം പറയാണ്ടിരിക്കുക. കാരണം നമ്മളെല്ലാവരും പാപികളാണ്, നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. പക്ഷെ നമ്മൾ പാപം ചെയ്തത് നമ്മുടെ അന്നേരത്തെ ആ ഒരു സാഹചര്യമാണ് നമ്മൾ പാപം ചെയ്യുന്നത്, പാപം ചെയ്തു പോയത്. പക്ഷെ അത് നമ്മൾ ദൈവത്തിനോടൊന്ന് ക്ഷമ പറഞ്ഞ് ഇനി ഞങ്ങൾ മേലിൽ പാപം ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്ത് നമ്മൾ ആത്മശോധന ചെയ്ത് നമ്മൾ കുർബാന കൈക്കൊള്ളുക. നമ്മൾ നന്നായിട്ട് നല്ല ഹൃദയത്തോടെ നമ്മൾ കുർബാന കൈക്കൊണ്ടില്ലെങ്കിൽ നമ്മൾ ദുർബലരാകും, നമുക്ക് രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയെന്നതിനെ ഇരിക്കാം. അപ്പോൾ വളരെ ഇതായിട്ട് തന്നെ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹം, മാതാപിതാക്കളെ സ്നേഹിക്കുക. നമ്മൾ ദീർഘകാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനും ദൈവം തന്ന ദേശത്ത് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അപ്പനെ ഒരിക്കലും മരിക്കുന്നോളം വരെ നിന്ദിക്കരുത്. അപ്പനെന്തെങ്കിലും അറിവ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് സഹിഷ്ണുത കാണിക്കുക. അങ്ങനെ മാതാപിതാക്കന്മാരെ നമ്മൾ കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പം അതുപോലെ തന്നെ ദൈവം സർവ്വവ്യാപകമാണ്, ദൈവം ഒംനിപ്രസൻ്റാണ്. ദൈവത്തിനെ കാണാൻ പറ്റത്തില്ലെങ്കിലും ദൈവം എല്ലായിടത്തുമുണ്ട്. നമ്മൾ ആരിൽ കൂടി നമ്മുടെ അടുത്ത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ലേവ്യർ 18:20 പറയുന്നു, വയസ്സ് ചെന്ന് നരച്ച മുടിയുള്ളവർ വരുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് എഴുന്നേറ്റ് അവർക്ക് ബഹുമാനം കൊടുക്കണം എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയാണ്. ഇല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഈ അറിവ് കുറവ് പോലെ അവർ മറ്റൊരു വീട്ടിൽ പോയിരിക്കുമ്പോഴും ഇതുപോലെ ഓരോ ചെയ്യുമ്പോൾ അമ്മയ്ക്കാണ് അതിൻ്റെ ദോഷം വരിക. അതുകൊണ്ട് ബൈബിളൊക്കെ വായിച്ചിട്ട് അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ബൈബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ വചനം ഊർജ്ജസ്വലവും സജീവവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും
മജ്ജകളിലും സന്ധിബന്ധങ്ങളിലും ചേതനയിലും ആത്മാവിലും എല്ലാം തുളഞ്ഞു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. അപ്പോൾ വചനം എന്ന് പറയുന്നത് ദൈവമാണ്. വചനം എന്ന് വെച്ചാൽ സ്നേഹമാണ്. വചനം എന്ന് വെച്ചാൽ നന്മയാണ്. വചനം നമ്മുടെ രോഗം മാറ്റുന്നു. ഒരു ബൈബിളിൻ്റെ ഒരു വചനം നമ്മൾ ആരോടെങ്കിലും പറഞ്ഞാൽ അത് ക്രിയ ചെയ്യും. അത് നമ്മുടെ വീട്ടിൽ ക്രിയ ചെയ്യും. ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി നമ്മളവിടെ പോയി വചനം സംസാരിച്ചാൽ ആ വചനം അവിടെ ക്രിയ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വചനം എപ്പോഴും വചനങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ വചനങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ റിട്രീറ്റ് സെൻറ്ററിനൊക്കെ പോവുക. നമ്മൾ ആ ആഴ്ചയിൽ നമ്മൾ ഇത്രയും ബിസിയായ ഒരു ലോകത്ത് നിന്ന് ഒരാഴ്ച നമ്മൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ദൈവത്തിൻ്റെ കൂടെ നിന്ന് വചനങ്ങൾ പഠിക്കുകയും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുക, ടെസ്റ്റിമണികളൊക്കെ അതൊക്കെ കേൾക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ അത്ഭുതങ്ങളുണ്ടാവും. നമ്മുടെ രോഗങ്ങളൊക്കെ മാറിപ്പോവും. വചനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിലൊക്കെ ഒത്തിരി രോഗങ്ങൾ തന്നെ മാറിപ്പോവും. ജലം ജ്വലിക്കുന്ന തീയിനെ കെടുത്തുന്ന പോലെ ദാനധർമ്മം നമ്മുടെ പാപങ്ങൾ കുറയ്ക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നത്രയും നമ്മൾ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാൻ നോക്കുക. നമ്മൾ വെറുതെ ക്യാഷ് കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ട് കളയരുത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, സാത്താൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പല അത്ഭുതങ്ങളൊക്കെ ചെയ്ത് അത് നിങ്ങൾ തന്നെ തിരിച്ചറിയുക, ഇത് സാത്താൻ്റെ പ്രവർത്തനമാണോ എന്ന്. അതുപോലെ തന്നെ ബൈബിളൊക്കെ നന്നായിട്ട് വായിക്കണം. ഇപ്പോൾ നമ്മുടെ ന്യൂ ജനറേഷനിലൊക്കെ നമ്മുടെ അപ്പനും അമ്മമാരൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ കറുത്ത വാവ്, രാഹുകാലം, ഗുളികകാലം ഇതൊക്കെ ദൈവത്തിനുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ കുട്ടിയോട് പറയുക, മോനെ പെട്ടെന്ന് നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്, നീ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചുകൊണ്ട് പോവാ എന്ന് പറയുമ്പോൾ കൊച്ചു പറയാം, ഇപ്പം 4 മണി രാഹുകാലം, ഇപ്പോൾ പോകാൻ മുടിയാത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞ് ചെയ്യണമല്ലേ. അതുപോലെ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മളോട് ചോദിക്കണം, അമ്മ എനിക്കൊരു യൂണിഫോം വാങ്ങിത്തരാമോ, എനിക്ക് സ്കൂളിൽ പോകാനമ്മ, എനിക്ക് സ്കൂളിൽ പഠിക്കണമ്മ, ഓരോ യൂണിഫോം വാങ്ങിത്തരാമോ എന്ന് നമ്മൾ പിള്ളേർ നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ തന്നെ അവർക്ക് യൂണിഫോം, ബാഗ് അവർ ചോദിക്കാത്ത നമ്മൾ തന്നെ വാങ്ങിച്ച് അവരെ സ്കൂളിൽ വിടും അല്ലേ. ഇതേപോലെയാണ് ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം ദൈവത്തിനറിയാം നമുക്ക് എന്താ ആവശ്യമുള്ളത്. ചിലർ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കത്തില്ല. ദൈവം എൻ്റെ കാര്യം കേൾക്കുന്നേ ഇല്ലല്ലോ, എത്ര നാളാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഈ ദൈവമൊന്നും ഇല്ല, അങ്ങനെ പറയരുത്. അതെന്താണെന്നറിയാം, അതിന് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇവിടെ ഒരു പാമ്പ് നിൽക്കുക, ഒരു മൂർഖം പാമ്പ് നല്ലതായിട്ട് അതിങ്ങനെ ഇങ്ങനെ നാടുക. അപ്പോൾ നമ്മുടെ 2 വയസ്സിലൊരു കുട്ടി വന്ന് പറയാം, അമ്മ അയ്യോ നല്ല പാമ്പമ്മ, നല്ല കിടന്ന് ഡാൻസ് ആടുന്നു അമ്മ, എനിക്ക് അതിനെ പിടിച്ച് കൊണ്ട് എനിക്ക് അത് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു കൊടുക്കുമോ? കൊടുക്കത്തില്ല. എന്താ? അത് പാമ്പാ, നമുക്കറിയാം. അതിന് വിഷമുണ്ട്, നമുക്കറിയാം അല്ലേ. നമ്മൾ അതിനെ പിടിച്ചു കൊടുത്താൽ അത് നമ്മുടെ കൊച്ചിനെ കൊത്തത്തില്ലയോ? കൊത്തും. അപ്പം അതുപോലെയാണ് ദൈവത്തിനറിയാം ദുരാശ നമുക്ക് അത് തിന്മയാണ്, നമുക്കത് വലിയ പ്രശ്നം തരുന്നൊരു സാധനമാണെന്ന് ദൈവത്തിനറിയാമെങ്കിൽ ദൈവം നമുക്ക് തരത്തില്ല. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളാണ്, നമുക്കൊരാപത്തുണ്ടാവാൻ ദൈവം സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ ചുമ്മാ അത് വേണം. ഇപ്പോൾ ഈ കൊച്ചു പറഞ്ഞാൽ എനിക്ക് പാവനെ കാണാൻ നല്ല സൗന്ദര്യമല്ലേ, നല്ല ഷൈനിങ് അല്ലേ, നല്ല കളർഫുൾ അല്ലേ, ബ്ലാക്ക്, റെഡ്, വൈറ്റ് അല്ലേ, അതിങ്ങനെ പത്തിയൊക്കെ ഇവിടെ തിന്നുന്ന ശരിക്കും പാമ്പിനെ കാണാൻ നല്ല രസമാണ്. പക്ഷേ നമുക്ക് പാമ്പിനെ ഭയങ്കര വെറുപ്പാണ് പെണ്ണുങ്ങൾക്ക്. അതെന്താ പെണ്ണുങ്ങളെ വെറുക്കാൻ കാരണം? ആദ്യം ഹവ്വായെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചത് പാമ്പിനാലാണ്. പക്ഷെ പാമ്പല്ല, ഈ പിശാച് പാമ്പിൽ വന്നു. ഇപ്പോൾ ഒരു പ്രാവിലാണ് ഈ പിശാച് വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ പ്രാവിനെ വെറുത്തായിരുന്നേ ഇല്ലേ. അപ്പം അതേപോലെ അന്ന് പാവം മരത്തിനങ്ങാണ്ട് കയറി പഴം കഴിക്കാൻ വന്നതായിരുന്നു. അന്നേരം പിശാച് ആ പാമ്പിൽ കയറിയിട്ട് പറഞ്ഞു, നീ ഈ ഭക്ഷണം ഈ ഫ്രൂട്ട് നീ കഴിക്കുവാണെങ്കിൽ നിനക്ക് ദൈവത്തിനെ പോലെ ആകും. ഹവ്വ അത് കഴിച്ചു. ഹവ്വ കഴിച്ചിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ ഒരെണ്ണം കൊണ്ട് ആദത്തിനെ കൊടുത്ത് ആദത്തിനെയും പാവം ചെയ്യിപ്പിച്ചു. പക്ഷേ ഇത് കഴിച്ചപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ കോപമുണ്ടായി. ദൈവം പറഞ്ഞു, നിങ്ങൾ അധ്വാനിച്ച് നമ്മളെ ശപിച്ചു, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ, നിങ്ങൾ നൊന്ത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക. എല്ലാ മാസവും നമ്മൾ പെണ്ണുങ്ങൾക്ക് പീരീഡ് ഉണ്ടാവുന്നു, വയറ്റ് വേദന ഉണ്ടാവുന്നു, നമുക്കെപ്പോഴും വേദനയല്ലേ അല്ലേ, നമ്മൾ കുഞ്ഞുങ്ങളെ വേദനയോടെ പ്രസവിക്കുന്നില്ലേ. അത് ആദ്യ മാതാവ് ചെയ്ത പാപത്തിൻ്റെ ഒരു ഫലമാണ് നമ്മളൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാമ്പിനെ ശപിച്ചു, നിന്നെ ഇനി ഇവർ
മനുഷ്യർ നിന്നെ കാണുമ്പോൾ കല്ല് വെച്ചെറിയട്ടെ, നിന്നെ കണ്ടാൽ. അതുകൊണ്ടാണ് ഇന്നും ആരെങ്കിലും നമ്മൾ പാമ്പിനെ കാണുമ്പോൾ ഉടനെ പാമ്പിനെ എടുത്ത് കല്ലെടുത്തെറിയും ഇല്ലേ. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ശാപമാണ്. അപ്പോൾ നമ്മൾ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതിനെപ്പറ്റി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നേ, നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിനറിയാം. നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ നല്ലതായി ജീവിക്കുക, നമ്മൾ നന്മ ചെയ്യുക. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നമ്മൾ അപ്പുറത്ത് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോണ്ടല്ലോ നമുക്ക് വലിയ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പിന്നാലെ വരും. നമ്മൾ സഹായിക്കുന്ന ആളിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. അയാൾക്കത് കൊടുത്തു, അയാൾ പോട്ടെ, അയാൾ തിരിച്ച് തന്നാൽ തരട്ടെ, പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷെ അയാളെ സഹായിക്കുന്ന ഇരട്ടി നമുക്ക് ദൈവം തരും. ഇന്ന് നമ്മൾ നല്ലതായി ജീവിച്ചാൽ നമ്മൾ ഇന്നലെ പറ്റി ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. 1 പത്രോസ് 5:6 പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. അതുപോലെ തന്നെ 1 പത്രോസ് 1:6 പറയുന്നുണ്ട്, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷണങ്ങൾ കാരണം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിചോദനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസം. പിന്നെ ഇന്ന് ഞാൻ ഈ ബ്ലാക്ക് സാരി ഉടുത്തേക്കുന്നത് നിങ്ങൾ വിചാരിക്കും, ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വലിയ ബ്ലാക്ക് സാരി കൊടുത്താണ് വന്നേക്കുന്ന ശ്രീമതി അല്ലേ. അത് പറയാം, ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതാണ് ഇല്ലേ. ദൈവമാ ഈ കളറുകളെല്ലാം സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം ഈ സൃഷ്ടിച്ച എല്ലാം നമ്മൾ കൃതജ്ഞതയോടെ സ്വീകരിച്ച് നമ്മളതിനെ പ്രാർത്ഥിച്ച് നമുക്കതിനെ വിശദീകരിച്ചെടുക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ മുടിയുടെ കളർ എന്തുവാ? കറുപ്പ്. കൃഷ്ണമണിയുടെ കളർ എന്തുവാ? കറുപ്പ് ഇല്ലേ. പിരികത്തിൻ്റെ കളർ കറുപ്പ്, കൺപീലയുടെ കളർ കറുപ്പ്. ദൈവമല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഒരു കളറിനെയോ ഒന്നിനെയും നമ്മൾ മാറ്റരുത്. ദൈവം സൃഷ്ടിച്ചതിനെ എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഈ കലാകാരന്മാർ, അവർക്ക് ആ കഴിവുകളും ദൈവം കൊടുത്തല്ലേ, നമ്മളത് അംഗീകരിക്കണം. നമ്മൾ അവരെ സത്യമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഒരു പാട്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ പുറകിൽ എത്ര പേരുടെ അധ്വാനമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? തബല, ഗിത്താർ, വയലിന്, കീബോർഡ്, അങ്ങനെ ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ പാടുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ ആ പാടുന്ന വ്യക്തിയുടെ സ്വരം മാത്രം കേട്ടാൽ പോരാ, അതിൻ്റെ പുറകിൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സും കൂടെ. അപ്പോൾ ഒരു പാട്ടിൽ ഒരു യൂണിറ്റി, ഒരു ഒത്തൊരുമ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ റെഡി 1 2 3 4 എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരുമിച്ചാണ് ആ മ്യൂസിക്കിൻ്റെ അച്ചടക്കം, അനുസരണം. ഫസ്റ്റ് മ്യൂസിക് ഡയറക്ടർ പറയാം, ഫസ്റ്റ് യു സ്റ്റാർട്ട്, ഓക്കെ യു സ്റ്റാർട്ട് 1 2 3 4 സ്റ്റാർട്ട്, ഇങ്ങനെ കാണിക്കുന്നത് അവിടെ തുടങ്ങും, ഇങ്ങനെ കാണിക്കുന്നു, ഈ കാണിക്കുന്നു. അപ്പോൾ ആ ഒരു അനുസരണം ഒത്തൊരുമയിൽ പോകുമ്പോഴാണ് നമ്മളിവിടെ പാട്ട് കേൾക്കുമ്പോൾ പാട്ട് കൊള്ളാം. പക്ഷേ അപ്പോൾ നമ്മൾ പറയരുത് സിനിമ പാട്ട് ഞങ്ങൾ കേൾക്കത്തില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ പാട്ടേ കേൾക്കത്തുള്ളൂ. അരുത്, തെറ്റാണ്. സിനിമ പാട്ടുകൾ എന്തോരം നല്ല പാട്ടുകളുണ്ട്. നമ്മൾ ആ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കുക. നമുക്ക് എപ്പോഴും നമ്മൾക്ക് ടെൻഷനൊക്കെ നമ്മൾ നല്ല പാട്ടുകളൊക്കെ കേൾക്കുക, അതൊക്കെ ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഡാൻസ് കളിക്കണം, അതും ദൈവം കൊടുത്ത കഴിവാണ്. ആ ഡാൻസുകാരെ നമ്മൾ അംഗീകരിക്കണം നന്നായിട്ട്. ഒരു മിമിക്രി അത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അവരെ, ആ കലാകാരെ ശരിക്കും നമ്മളങ്ങ് അംഗീകരിക്കുക. പാട്ടായാലും നമുക്ക് എന്ത് പാട്ടായാലും ശരി. ഇപ്പോൾ ഒരു മുസ്ലിംസിൻ്റെ പാട്ട് നമ്മൾ മുന്തിനെയും ഇവിടെ നമുക്ക് ഹിന്ദു ഇല്ല, നമുക്ക് ക്രിസ്ത്യൻ ഇല്ല, നമുക്ക് ഇസ്ലാമില്ല, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഓരൊറ്റ രാജ്യക്കാരാണ്. ഇപ്പോൾ ഹിന്ദുവിൻ്റെ കൈ ഒന്ന് മുറിച്ചാൽ പച്ചരക്തം വരുമോ? ക്രിസ്ത്യൻ്റെ ഇവിടുത്തെ ഇത് കൈ മുറിച്ചാൽ ബ്ലൂ രക്തം വരുമോ? പിന്നെ ഇസ്ലാമിൻ്റെ എന്നുവെച്ചാൽ എന്ത് രക്തം വരും? ബ്ലാക്ക് രക്തം വരുമോ? ഇല്ല, എല്ലാവർക്കും റെഡ് ബ്ലഡ് തന്നെ വരുന്നത്.